നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പ്രചരണത്തിന് ഏറ്റവും കുറച്ച് സമയം ലഭിച്ച തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. സംസ്ഥാനമൊട്ടാകെ ആവേശകരമായ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലവും ആവേശകരമായ തിരഞ്ഞെടുപ്പിനാണ് വേദിയാകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ജില്ലയായിരുന്നു കോഴിക്കോട്. ആകെ 13 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങൾ LDFിനും 2 മണ്ഡലങ്ങൾ UDFിനുമാണ് ലഭിച്ചത്. വടകര മണ്ഡലത്തിൽ ആകെ 1,67,406 വോട്ടർമാരിൽ 1,36,673 പേർ വോട്ട് രേഖപ്പെടുത്തി. അന്ന് RMPI സ്ഥാനാർത്ഥിയായ KK രമയ്ക്ക് 65,093 വോട്ടുകളും RJD സ്ഥാനാർത്ഥിയായ മനയത്ത് ചന്ദ്രന് 57,602 വോട്ടുകളും BJP സ്ഥാനാർത്ഥിയായ M രാജേഷ് കുമാറിന് 10,225 വോട്ടുകളും ലഭിച്ചു. 7,491 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ KK രമ വിജയിച്ച് MLA ആയി. ഇത്തവണയും വടകരയിൽ ശക്തമായ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. RMPI സ്ഥാനാർത്ഥിയായി KK രമയും LDF സ്ഥാനാർത്ഥിയായി MK ഭാസ്കരനും BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് K ദിലീപും SDPI സ്ഥാനാർത്ഥിയായി ഷംസീർ ചോമ്പാലയും മത്സരരംഗത്തുണ്ട്. സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ RDO ഓഫീസർക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രചരണം ആരംഭിച്ചു. സിറ്റിംഗ് MLA ആയ KK രമ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. എന്നാൽ വടകരയുടെ വികസന മുരടിപ്പും കേരള സർക്കാർ നടത്തിയ വികസനങ്ങളും ചർച്ച ചെയ്താണ് LDF സ്ഥാനാർത്ഥി MK ഭാസ്കരൻ പ്രചരണം നടത്തുന്നത്. BJPയുടെ വ്യാപന ശ്രമങ്ങളും ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ നിർണായക ഘടകങ്ങളായിരിക്കും. വടകരയുടെ വികസനത്തെക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണം വ്യത്യസ്ത രീതിയിലുള്ളതായിരുന്നു. വടകര മണ്ഡലം LDFിൻ്റെ സ്ഥാനാർത്ഥി M ഭാസ്കരൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഭാസ്കരേട്ടൻ വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കേരള നിയമസഭയിലെത്തും. തുടർഭരണത്തിന് വടകര മണ്ഡലവും ഒരു കാരണമാവും എന്നതാണ് ഞങ്ങൾ കാണുന്നത്. വടകരയിൽ തീർച്ചയായും UDF KK രമ ജയിക്കും. കാരണം ജനങ്ങൾക്ക് നല്ല ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത് ഒരു MLA. നമുക്ക് തന്നെ അറിവിൽ ഒരുപാട് അറിയാം. അതിപ്പോൾ എടുത്തു പറയാൻ ഒരുപാട് സമയം എടുക്കും. പിന്നെ കേരളത്തിലൊട്ടാകെ നമുക്ക് ഒരു ഭരണമാറ്റം ഉണ്ടാവും. ഇടതുവശത്തിൻ്റെ ഭരണത്തിന് ജനങ്ങളെല്ലാവരും എതിരാണ്. പൊതുവെ ജനങ്ങൾ മടുത്ത് 2 ടേമായിട്ട് നല്ല ബുദ്ധിമുട്ടിലുള്ള ജനങ്ങൾ, വിലക്കയറ്റവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഭരണമാറ്റം ഉണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി വടകരയിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ദിലീപ് വടകരയിൽ ചരിത്ര വിജയം സൃഷ്ടിക്കും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മോഡി പ്രഖ്യാപിച്ച പദ്ധതികൾ മുഴുവൻ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥികൾ വടകരയിലുള്ള അഡ്വക്കേറ്റ് ദിലീപാണ്. ആ ദിലീപിന് ഉജ്ജ്വല വിജയം നേടുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വടകരയിലില്ല. നിലവിൽ ഏത് മുന്നണികൾ ഭരിച്ചിട്ടും ഇവിടെ ഒരു തരത്തിലുള്ള വികസനം ഉണ്ടാക്കില്ല. ഏറ്റവും വലിയ ഉദാഹരണം ഇവിടുത്തെ റോഡിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലും അതിന് മുന്നുള്ള കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ചിട്ട് ഒരു സംഗതികൾ മുന്നിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഭരണമാറ്റം ഇവിടെ എന്തായാലും ഉണ്ടാവും. SDPIൻ്റെ സ്ഥാനാർത്ഥിയായ ഷംസീർ ചോമ്പാല നിലവിൽ വരാൻ സാധ്യതയുണ്ട്. ഭരണമാറ്റം എല്ലാവരും ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. കുറി വടകര LDF ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം 5 വർഷം MLA ഒരു വികസനം ഇവിടെ ചെയ്തിട്ടില്ല. എല്ലാ സ്ഥലത്തും എത്തും, കല്യാണ വീട്ടിലും മരണ വീട്ടിലും എത്തും. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് മണ്ഡലത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല. അടിസ്ഥാനപരമായ ഒരു വികസനം ചെയ്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു സിമ്പതി വോട്ടുണ്ട്, പ്രാവശ്യം അത് ഉണ്ടാവില്ല. UDF ജയിക്കും, വളരെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. വടകര MK ഭാസ്കരൻ ജയിക്കും. അന്തരീക്ഷം പൂർണ്ണമായും MK ഭാസ്കറിന് അനുകൂലമാണ്. UDF പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് പിറകോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഭാസ്കറിൻ്റെ വിജയം ഉറപ്പാണ് വടകര. യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി വിഭാഗക്കാർ അവരുടെ ആവശ്യങ്ങളും പ്രതീക്ഷയും മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രധാനമായും LDFും UDFും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് നമുക്ക് വടകരയിൽ കാണാൻ സാധിക്കുന്നത്. എങ്കിലും BJP അവരുടെ വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ആവേശകരമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകുന്ന വടകരയിൽ അന്തിമ വിജയം ആർക്കെന്നുള്ളത് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. സനിക ബാലഗോപാൽ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.